നെക്സ്റ്റ് തിയറം 9.1.3 ചെയിൻ റൂൾ. സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ കേസിൽ നിങ്ങൾ ചെയിൻ റൂൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സും എക്സ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് ടിയും അവ രണ്ടും ഡിഫറൻഷ്യബിളും ആണെങ്കിൽ ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇതാണ് ചെയിൻ റൂള്. സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ കേസിലുള്ള ചെയിൻ റൂൾ ഇതാണ്. ഇതിനോട് സിമിലർ ആയിട്ടുള്ള റൂൾ തന്നെയാണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ കേസിലും. പാരാമീറ്റർ എസ്സിലുള്ള ഒരു ഡിഫറൻഷ്യബിൾ വെക്റ്റർ ഫംഗ്ഷനാണ് വെക്റ്റർ ആർ ഓഫ് എസ് എന്ന് വിചാരിക്കുക. അതുപോലെ എസ് വേരിയബിൾ ടിയിലുള്ള ഒരു സിംഗിൾ വേരിയബിൾ, അതായത് സ്കേലാർ ഫംഗ്ഷൻ, അത് ഡിഫറൻഷ്യബിൾ ആണെന്നും അസ്യൂം ചെയ്യുന്നു. ലെറ്റ് എസ് ഈക്വൽ ടു യു ഓഫ് ടി. സോ വെക്റ്റർ ആർ ഓഫ് എസ് പാരാമീറ്റർ എസ്സിലുള്ള ഒരു ഡിഫറൻഷ്യബിൾ വെക്റ്റർ ഫംഗ്ഷനും എസ് പാരാമീറ്റർ ടിയിലുള്ള ഒരു ഡിഫറൻഷ്യബിൾ സ്കേലാർ ഫംഗ്ഷനും. Then the derivative of vector r with respect to t is vector dr by dt equal to vector dr by ds into ds by dt, or vector dr by dt equal to vector r dash of s into u dash of t. ഇതാണ് വെക്റ്റർ ഫംഗ്ഷൻസിൻ്റെ കേസിലെ ചെയിൻ റൂൾ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് വെക്റ്റർ ആർ ഓഫ് എസ് ഈക്വൽ ടു കോസ് ടു എസ് ഐ പ്ലസ് സൈൻ ടു എസ് ജെ പ്ലസ് ഇ റേസ് ടു മൈനസ് 3sk where s ഈക്വൽ ടു ടി റേസ് ടു 4. നമുക്ക് ആദ്യം വെക്റ്റർ ഡി ആർ ബൈ ഡി എസ് കണ്ടുപിടിക്കാം. വെക്റ്റർ ഡി ആർ ബൈ ഡി എസ് ഈക്വൽ ടു മൈനസ് 2 സൈൻ ടു എസ് ഐ പ്ലസ് 2 കോസ് ടു എസ് ജെ മൈനസ് 3 ഇ റേസ് ടു മൈനസ് 3sk. അതുപോലെ ഡി എസ് ബൈ ഡി ടി ഈക്വൽ ടു 4 ടി റേസ് ടു 3. സോ വെക്റ്റർ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു വെക്റ്റർ ഡി ആർ ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി വിച്ച് is equal to minus 2 sin 2si plus 2 cos 2sj minus 3 e raised to minus 3sk into 4t cube which is equal to minus 8t cube into sin 2si plus 8t cube into cos 2sj minus 12t cube into e raised to minus 3sk. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എസ്സിന് പകരം കറസ്പോണ്ടിങ് സ്കേലാർ ഫംഗ്ഷൻ എന്താണോ അത് റീപ്ലേസ് ചെയ്ത് കൊടുത്താലേ ആൻസർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇവിടെ എസ് ഈക്വൽ ടു ടി റേസ് ടു 4 ആണ്. സോ നേരത്തെ കിട്ടിയ വെക്റ്ററിൽ എസ്സിന് പകരം ടി റേസ് ടു 4 എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. സോ വെക്റ്റർ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് 8 ടി ക്യൂബ് ഇൻറ്റു സൈൻ 2 ടി റേസ് ടു 4 ഐ പ്ലസ് 8 ടി ക്യൂബ് ഇൻറ്റു കോസ് 2 ടി റേസ് ടു 4 ജെ മൈനസ് 12 ടി ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് 3 ടി റേസ് ടു 4 കെ. ഇതുപോലെയാണ് ചെയിൻ റൂൾ യൂസ് ചെയ്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. വെക്റ്റർ ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷൻസിൻ്റെ കുറച്ച് റൂൾസാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. എല്ലാം വളരെ ഈസി ആയിട്ടുള്ള റൂൾസാണ്. തിയറം 9.1.4 റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ. ലെറ്റ് വെക്റ്റർ r1 ആൻഡ് വെക്റ്റർ r2 ബി ഡിഫറൻഷ്യബിൾ വെക്റ്റർ ഫംഗ്ഷൻസ് ആൻഡ് u ഓഫ് ടി എ ഡിഫറൻഷ്യബിൾ സ്കേലാർ ഫംഗ്ഷൻ. ദെൻ ഫസ്റ്റ് വൺ ഡി ബൈ ഡി ടി ഓഫ് വെക്റ്റർ r1 ഓഫ് ടി പ്ലസ് വെക്റ്റർ r2 ഓഫ് ടി ഈക്വൽ ടു vector r1 dash of t plus vector r2 dash of t. Second one d by dt of u of t into vector r1 of t equal to u of t into vector r1 dash of t plus u dash of t into vector r1 of t. Third one d by dt of vector r1 of t dot vector r2 of t equal to vector r1 of t dot vector r2 dash of t plus vector r1 dash of t dot vector r2 of t. And fourth one d by dt of vector r1 of t cross vector r2 of t equal to vector r1 of t cross vector r2 dash of t plus vector r1 dash of t cross vector r2 of t. ഇവിടെ വെക്റ്റർ r1 of t ഈക്വൽ ടു f1 of t i പ്ലസ് g1 of t j പ്ലസ് h1 of t k ആണെങ്കിൽ u of t ഇൻറ്റു വെക്റ്റർ r1 of t ഈക്വൽ ടു u of t ഇൻറ്റു f1 of t i പ്ലസ് u of t ഇൻറ്റു g1 of t j പ്ലസ് u of t ഇൻറ്റു h1 of t k ആണ്. അതായത് ഓരോ കമ്പോണൻറ്റ് ഫംഗ്ഷൻസിൻ്റെയും കൂടെ യു ഓഫ് ടി മൾട്ടിപ്ലൈ ചെയ്യുക. ഫോർത്ത് റൂളിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. വെക്റ്റേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ല. സോ വെക്റ്റേഴ്സ് അപ്പിയർ ചെയ്യുന്ന ഓർഡർ സ്ട്രിക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. വെക്റ്റർ r1 ഡാഷ് ഓഫ് ടി ഇൻറ്റു വെക്റ്റർ r2 ഓഫ് ടിക്ക് പകരം വെക്റ്റർ r2 ഓഫ് ടി ഇൻറ്റു വെക്റ്റർ r1 ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചാൽ ആൻസർ മാറിപ്പോകും. അതുപോലെ തന്നെ ബാക്കി ക്രോസ് പ്രൊഡക്റ്റുകളുടെ കേസിലും. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. First one, find d by dt of u of t into vector r of t, where vector r of t equal to vector e raised to t, sin t, t
ആൻഡ് യു ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ. നമുക്കറിയാം ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി ഇൻറ്റു വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു യു ഓഫ് ടി ഇൻറ്റു വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി പ്ലസ് യു ഡാഷ് ഓഫ് ടി ഇൻറ്റു വെക്റ്റർ ആർ ഓഫ് ടി ആണെന്ന്. ഹിയർ യു ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ. സോ യു ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 2t. വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ ഇ റേസ് ടു ടി കോമ സൈൻ ടി കോമ ടി. സോ വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ ഇ റേസ് ടു ടി കോമ കോസ് ടി കോമ 1. Therefore d by dt of u of t into vector r of t equal to t square into vector e raised to t comma cos t comma 1 plus 2t into vector e raised to t comma sin t comma t, which is equal to vector t square into e raised to t comma t square into cos t comma t square plus vector 2t e raised to t comma 2t sin t comma 2t square. Component wise add ചെയ്യുമ്പോൾ which is equal to vector t square plus 2t into e raised to t comma t square cos t plus 2 sin t comma 3t square എന്ന് കിട്ടും. Then next one, find d by dt of vector r1 of t cross vector r2 of t if vector r1 of t equal to ti plus t square j plus t cube k and vector r2 of t equal to cos ti plus sin t j plus t k. നമുക്കറിയാം ഡി ബൈ ഡി ടി ഓഫ് വെക്റ്റർ ആർ വൺ ഓഫ് ടി ക്രോസ് വെക്റ്റർ ആർ ടു ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ ആർ വൺ ഓഫ് ടി ക്രോസ് വെക്റ്റർ ആർ ടു ഡാഷ് ഓഫ് ടി പ്ലസ് വെക്റ്റർ ആർ വൺ ഡാഷ് ഓഫ് ടി ക്രോസ് വെക്റ്റർ ആർ ടു ഓഫ് ടി ആണെന്ന്. ഇവിടെ വെക്റ്റർ ആർ വൺ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി ജെ പ്ലസ് ടി ക്യൂബ് കെ. സോ വെക്റ്റർ ആർ വൺ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഐ പ്ലസ് 2t ജെ പ്ലസ് 3t സ്ക്വയർ കെ. അതുപോലെ വെക്റ്റർ ആർ ടു ഓഫ് ടി ഈക്വൽ ടു cos t I plus sin t j plus t k. So vector r2 dash of t equal to minus sin t I plus cos t j plus k. So d by dt of vector r1 of t cross vector r2 of t equal to ti plus t square j plus t cube k cross minus sin t I plus cos t j plus k plus I plus 2t j plus 3t square k cross cos t I plus sin t j plus t k. Vector r1 equal to a1i plus b1j plus c1k and vector r2 equal to a2i plus b2j plus c2k ആണെങ്കിൽ vector r1 cross vector r2 equal to determinant I j k a1 b1 c1 a2 b2 c2 ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ കമ്പോണൻസ് കോൺസ്റ്റൻസ് ആയിരുന്നു. വെക്റ്റർ ഫങ്ഷൻസിൻ്റെ കേസിലും ഇതുപോലെ തന്നെയാണ് ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. Vector r1 of t equal to f1 of t I plus g1 of t j plus h1 of t k and vector r2 of t equal to f2 of t I plus g2 of t j plus h2 of t k ആണെങ്കിൽ vector r1 of t cross vector r2 of t is equal to determinant I j k f1 of t g1 of t h1 of t f2 of t g2 of t h2 of t. ഇത് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ക്രോസ് പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ വെക്റ്റർ ആർ വൺ ഓഫ് ടി ക്രോസ് വെക്റ്റർ ആർ ടു ഡാഷ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ ടി ടി സ്ക്വയർ ടി ക്യൂബ് മൈനസ് സൈൻ ടി കോസ് ടി 1. ഇത് എക്സ്പാൻഡ് ചെയ്താൽ ടി സ്ക്വയർ മൈനസ് ടി ക്യൂബ് കോസ് ടി ഐ മൈനസ് ഓഫ് ടി പ്ലസ് ടി സൈൻ ടി ജെ പ്ലസ് ടി കോസ് ടി പ്ലസ് ടി സ്ക്വയർ സൈൻ ടി കെ എന്ന് കിട്ടും. സെക്കൻഡ് വൺ vector r1 dash of t cross vector r2 of t which is equal to determinant I j k 1 2t 3t square cos t sin t t. ഇത് എക്സ്പാൻഡ് ചെയ്താൽ 2t square minus 3t square sin t I minus of t minus 3t square cos t j plus sin t minus 2t cos t k എന്ന് കിട്ടും. So d by dt of vector r1 of t cross vector r2 of t equal to t square into 1 minus t cos t I minus t into 1 plus sin t j plus t into cos t plus t sin t k plus t square into 2 minus 3 sin t I plus t into 3t cos t minus 1 j plus sin t minus 2t cos t k. Then corresponding components add ചെയ്യുന്നു. So which is equal to t square into 3 minus t cos t minus 3 sin t I plus t into 3t cos t minus sin t minus 2j plus t square plus 1 into sin t
മൈനസ് ടി കോസ് ടി കെ ഇത് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.